എല്ലാവർക്കും എന്ന ഈ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ 2023 എന്ന വർഷം കടന്നുപോയി. ലോകത്ത് എല്ലായിടത്തും പല പ്രതിഭാസങ്ങളും അതിന്റെ പ്രതികൂല ഫലങ്ങളും ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിച്ചു. കേരളത്തിൽ ലക്ഷക്കണക്കിന് പേരെ പ്രതിഭാസം ബാധിച്ചു. പ്രതിഭാസം എന്ന വാക്കിന്റെ അർത്ഥം, അതിന്റെ നിഘണ്ടു അർത്ഥവും പ്രവചനാർത്ഥവും ഒരുമിച്ച് വഹിക്കുന്നു. 21-ാം നൂറ്റാണ്ടിൽ പ്രതിഭാസങ്ങളുടെ വേലിയേറ്റം തന്നെ ഉണ്ടാകും. സമാനമായ നൂറ്റാണ്ട് മുൻകാലങ്ങളിലും ഭൂമി കാണുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് 21-ാം നൂറ്റാണ്ട് പ്രതിഭാസങ്ങളുടെ വേലിയേറ്റം തന്നെ ഉണ്ടാവുകയും ചെയ്യും. കേരളത്തിൽ പല രീതിയിൽ പ്രതിഭാസങ്ങളുടെ പ്രതികൂല ഫലങ്ങൾ പല ജനങ്ങളെയും ബാധിക്കുകയും ചെയ്തു. ജനുവരി മാസം 1-ാം തീയതി 2023 തേജേശ്വരൻ സാമൂഹിക മാധ്യമം വഴി തൻ്റെ ഒരു പ്രവചനം ജനങ്ങൾക്ക് വേണ്ടി 2023 ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു. ഇത് കാണുക, വായിക്കുക. ജനുവരി 1, 2023 prediction on 2023 for the people. Effects of light gray energy and type of phenomena will fall into many people in every nation, and especially the people whose names start with ARLSBCMEVUP and 2 other names of the joy. കേരളത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കേരളത്തിലെ പല പ്രശസ്തരും 2023 കടന്നുപോയി. പല ജനങ്ങളും കടന്നുപോയി. ഇത് ലൈറ്റ് ഗ്രേ എനർജി എന്ന പ്രതിഭാസം മുഖേന ആണ് എന്നാണ് തേജേശ്വരൻ ജനങ്ങൾക്ക് പറയുന്നത്. 2023 പ്രശസ്തരായ പലരും കേരളത്തിൽ കടന്നുപോയി. 1 ജൂലൈ മാസം 2023 ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പ്രശസ്തനായ രാഷ്ട്രീയ നേതാവ് കടന്നുപോയി. ഈ പ്രവചനത്തിൽ യു എന്ന അക്ഷരം പ്രത്യേകം കൊടുത്തിരിക്കുന്നു. ഉമ്മൻചാണ്ടി എന്നുള്ള വാക്കിന്റെ ആദ്യ അക്ഷരം ആകാം. അതുപോലെ തന്നെ ആനന്ദം എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഒക്ടോബറിൽ കടന്നുപോയി. എ എന്ന വാക്ക് കാണുക. ഇതും ആനത്തലവട്ടം ആനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ആദ്യ അക്ഷരം, പേരിന്റെ ആദ്യ അക്ഷരം ആകാം. കാനം രാജേന്ദ്രൻ എന്ന് പറയുന്ന പ്രശസ്തനായ രാഷ്ട്രീയ നേതാവ് ഡിസംബർ മാസം കടന്നുപോയി. കാണുക. 6 എന്ന അക്ഷരം കാണുക. കാനം രാജേന്ദ്രൻ എന്ന വാക്കിന്റെ നാമത്തിന്റെ ആദ്യാക്ഷരം ആകാം. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ നിരവധി പ്രശസ്തർ കടന്നുപോയി. അതിൽ ഒരാളാണ് ക്യാപ്റ്റൻ വിജയകാന്ത്. ക്യാപ്റ്റൻ ശ്രീ, ക്യാപ്റ്റൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ശ്രീ എന്ന അക്ഷരം കാണുക. ഇതും അദ്ദേഹത്തിന്റെ ആദ്യാക്ഷരമാണ്. അങ്ങനെ അനവധി പേർ കേരളത്തിൽ എല്ലായിടത്തും പ്രതിഭാസങ്ങളുടെ പ്രതികൂല ഫലങ്ങൾ മുഖേന കടന്നുപോയി. 21-ാം നൂറ്റാണ്ട് പ്രതിഭാസങ്ങളുടെ വേലിയേറ്റം തന്നെ ഉണ്ടാകും. ഇതൊരു പ്രത്യേക നൂറ്റാണ്ട് ആണ്. കേരളത്തിൽ പ്രത്യേകിച്ചും പല മതങ്ങളും സമുദായങ്ങളും കൂടുതലായിട്ടുള്ള ഒരു നാടാണ്. മതങ്ങളുടെ പ്രാർത്ഥന മാത്രമേ
തന്റെ മതത്തിന്റെ പ്രാർത്ഥന മാത്രമേ നല്ലതുള്ളൂ, തന്റെ സമുദായം മാത്രമേ നല്ലതുള്ളൂ എന്നുള്ള വ്യർത്ഥമായ വിശ്വാസമാണ് കേരളത്തിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് തേജസ്വരന്റെ പ്രവചനങ്ങളെ മലയാളികൾ കൂടുതൽ പേർ തള്ളിക്കളയുന്നു. എന്നാൽ ഈ പ്രതിഭാസങ്ങളുടെ പ്രതികൂല ഫലങ്ങളെ പ്രത്യേക പ്രാർത്ഥന ജനങ്ങൾക്ക് പ്രതിരോധം നൽകുന്നു. മതങ്ങളുടെ പ്രാർത്ഥന ഫലങ്ങൾ പ്രതിരോധം നൽകുന്നു ഇല്ല എന്നല്ല, പക്ഷേ അവ കുറച്ചു മാത്രമേ പ്രതിഭാസങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയുള്ളൂ, പ്രതിഭാസങ്ങൾക്കെതിരെ പ്രതിരോധം നൽകുകയുള്ളൂ. പ്രത്യേക പ്രാർത്ഥന മാത്രമേ പ്രതിഭാസങ്ങൾക്കെതിരെ 100% പ്രതിരോധം നൽകുകയുള്ളൂ. അതുകൊണ്ട് മലയാളികൾ എല്ലാവരും, മലയാളികൾ കേരളത്തിലുള്ള എല്ലാവരും പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ഒരു മതങ്ങൾക്കും എതിരല്ല. നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിന്റെ പ്രാർത്ഥന ചൊല്ലുക. അതേസമയത്ത് തന്നെ ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനയും അതിൽ ലിംഗാവുകയും ഇംബൈബ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ഒരു പ്രത്യേക മതത്തിനെതിരെയോ മതത്തിന്റെ പ്രാർത്ഥനയ്ക്കെതിരെയോ അല്ല. പക്ഷേ കേരളത്തിലുള്ള മലയാളികൾ മറിച്ചാണ് ചിന്തിക്കുന്നത്. അവരുടെ മതത്തിന്റെ പ്രാർത്ഥനയും അവരുടെ മതം മാത്രമേ ശരിയായിട്ടുള്ളൂ എന്നും സമുദായങ്ങളുടെ പ്രവർത്തനങ്ങളും മുഖേന തേജസ്വരന്റെ പ്രവർത്തനങ്ങളെയും തേജസ്വരന്റെ പ്രവചനങ്ങളെയും കേരളം തള്ളിക്കളയുന്നു. കേരളത്തിലുള്ള കൂടുതൽ ലക്ഷോപലക്ഷം മലയാളികളെ ഈ പ്രതിഭാസം പിടികൂടുകയും ചെയ്തു. 2023 വളരെ വിരലിലെണ്ണാവുന്ന പേർ മാത്രമേ തേജസ്വരന്റെ പ്രവചനങ്ങൾ കണ്ടിട്ടുള്ളൂ. 2023 തേജസ്വരന്റെ പ്രവചനങ്ങളെയും സോഷ്യൽ മീഡിയ വർക്കുകളെയും ഗവൺമെന്റും പല രീതിയിലുള്ള ആൾക്കാരും ആക്രമിച്ചു. ജനങ്ങളിൽ എത്താതിരിക്കുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും ചെയ്തു ഈ വ്യക്തികൾ. 2023 പല രീതിയിൽ തേജസ്വരന്റെ സാമൂഹിക പോസ്റ്റുകൾ ആക്രമിക്കപ്പെട്ടു. ജനങ്ങളിൽ ഇത് എത്താതിരിക്കുവാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. എന്നാൽ തേജസ്വരൻ തന്റെ പരമ്പരാഗത മാർഗത്തിലൂടെ തന്റെ ജനങ്ങളിൽ 2023 ശരിയായ രീതിയിൽ എത്തപ്പെട്ടു. തന്റെ പ്രസിദ്ധീകരണങ്ങൾ ശക്തമായ രീതിയിൽ എത്തിക്കപ്പെട്ടു. 21ാം നൂറ്റാണ്ട് പ്രതിഭാസങ്ങളുടെ വേലിയേറ്റം തന്നെ ഉണ്ടാകും. പ്രതിഭാസങ്ങളുടെ പ്രതികൂല ഫലങ്ങളെയും അവയുടെ എഫക്റ്റുകളെയും വിജയകരമായി പ്രതിരോധിക്കുന്നതിന് പ്രത്യേക പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു മതത്തിന്റെയും പ്രാർത്ഥനയ്ക്കും 21ാം നൂറ്റാണ്ടിലെ പ്രതിഭാസങ്ങൾക്കെതിരെ പ്രതിരോധം നേർക്കുവാൻ കഴിയുകയില്ല. പക്ഷേ ചെറിയ അളവിൽ പ്രതിരോധം മതങ്ങളുടെ പ്രാർത്ഥന നൽകുന്നു. 21ാം നൂറ്റാണ്ടിൽ മതങ്ങൾക്ക് ആധ്യാത്മിക ബലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പല രീതിയിലും ആധ്യാത്മികമായി മതങ്ങൾക്ക് ബലമില്ലാതെ ആയിരിക്കുന്നു. മലയാളികൾ എല്ലാവരും തേജസ്വരന്റെ പ്രവർത്തനങ്ങളെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളെയും പിന്താങ്ങുക. ഒരു മതത്തിനും
എതിരെ അല്ല തേജേശ്വരന്റെ പ്രവർത്തനങ്ങൾ. നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിന്റെ പ്രാർത്ഥന തന്നെ നിങ്ങൾക്ക് പിന്തുടരാം. പ്രത്യേക പ്രാർത്ഥനയ്ക്കുള്ള ഡേറ്റുകൾ, തീയതി ഞങ്ങളുടെ പോസ്റ്റുകളിൽ, സാമൂഹിക പോസ്റ്റുകളിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ ഏതെങ്കിലും മനുഷ്യരെ ഏതെങ്കിലും തരത്തിൽ വിഷമിച്ചു എങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക. ഞങ്ങൾ യഥാർത്ഥ സത്യങ്ങൾ ആണ് വെളിപ്പെടുത്തുന്നത്. 2023 ലോകം മുഴുവനും പല ആൾക്കാരും പ്രശസ്തരും കടന്നുപോയി. പ്രതിഭാസങ്ങൾ ജനങ്ങളെ മുഴുവനും പ്രതികൂലമായി ബാധിക്കും. എത്രയും പെട്ടെന്ന് മലയാളികൾ എല്ലാവരും തേജസ്വരന്റെ പ്രവചനങ്ങൾ വായിക്കുകയും കാണുകയും ചെയ്യുക. പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. പ്രതിരോധം തുടർന്ന് നേടുക. എല്ലാവർക്കും നന്ദി.